ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അച്ഛൻ ഓഫുള്ള ഡേ ആണ് കേട്ടോ, അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് കിലോമീറ്റർ അപ്പുറം ബ്രൗഷറോ അങ്ങനെ എന്തോ എനിക്ക് സ്ഥലത്തിൽ ഒരു കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെയാണ് നമ്മുടെ മസ്കറ്റിലെ ഏറ്റവും വലിയ മോളുള്ളത് കേട്ടോ. ലുലുവിൻ്റെ വലിയ മോളാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ മോളാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എൻ്റെ ബസ്സിന്. അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ സൈഡിലുള്ള ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര രസമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. കുറേ മലകളുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ മഴക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ ഇവിടുത്തെ ബസ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബസ്സിന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇവിടെ നമ്മളവിടുത്തെ പോലെ കിളി കണ്ടിട്ടൊന്നുമില്ല. ബസ്സിൽ കയറുമ്പോൾ തന്നെ ഡ്രൈവർ നമുക്ക് ടിക്കറ്റ് തരും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇത്ര കിലോ വരെ ഇതിൽ പോകുള്ളൂ, ഇത്ര ആൾക്കാരെ മാത്രമേ കയറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ബസ് കിട്ടി. അപ്പോൾ ഞാൻ ബസ്സിലിരുന്നു. എനിക്ക് ആദ്യം ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തൊരു ഫിലിപ്പനോ അങ്ങനെ ആരും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് കാണാൻ ഭയങ്കര രസമാണ്. ഫുള്ള് മലകളാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മലകളാണ്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, കാരണം ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബസ് ടിക്കറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ ടിക്കറ്റ്. പിന്നെ ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പൊതുവേ പുറം രാജ്യങ്ങളിലൊന്നും ബ്ലോക്കില്ല എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി, അവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അന്ന് ടോവിനോ, അതുപോലെ ലക്ഷ്മി നക്ഷത്രം, അങ്ങനെ ഒരുവിധം ഫിലിം സ്റ്റാർസും വിദേശികളൊക്കെ ഇവിടെ ഈ ഒരു മോളിലാണ് കേട്ടോ എല്ലാവരും വരിക. മസ്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ മാളാണ് കേട്ടോ. ഞങ്ങളിവിടെ കണ്ടിട്ട് ഫുള്ള് തീർന്നിട്ടുണ്ടെന്നില്ല, പകുതിയാണ്. കാരണം ഞങ്ങൾ ഇവിടുന്ന് 2 മണിയൊക്കെ ആയിട്ട് പോയിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു 9 മണിയൊക്കെ ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം ഈ മോളിൽ അവൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇവിടുത്തെ അവൻ്റെ താമസ സ്ഥലമൊക്കെ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ വഴി കൂടെ എങ്ങനെയൊക്കെയോ എന്നെ കൊണ്ടുപോയിട്ടാണ്. അവന് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒമാനിലെ മോളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലാണ് ഇറങ്ങിയത്. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് എന്താണെന്നറിയോ, ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്നാവില്ല ഇങ്ങനത്തെ ബസ് സ്റ്റോപ്പൊക്കെ വരിക. ഇത്രയും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും സെറ്റപ്പ് ബസ് സ്റ്റോപ്പ്. നമ്മുടെ ലിഫ്റ്റ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏതോ ബാക്ക് സൈഡിൽ കൂടെയൊക്കെ ആണെന്ന് തോന്നുന്നത് നമ്മൾ പോയത്. മെയിൻ എൻട്രൻസ് വഴിയല്ല, ബാക്കിൽ കൂടെ ഈ എന്താ പറയുക പാർക്കിംഗ് ഏരിയ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ. അത്രയും വലിയ മാളായതുകൊണ്ട് അത്രയും വലിയ പാർക്കിംഗ് ഏരിയ, കണ്ണെത്തി പിടിക്കാൻ പറ്റാത്ത അത്രയും പാർക്കിംഗ് ഏരിയാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എടുക്കുന്ന കാറുകളൊന്നും പിന്നെ പറയും വേണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് വഴിയാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും ഇവിടുത്തെ രാജാക്കന്മാരെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. എനിക്ക് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. ഇത്രയും വലിയ മാൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ ലുലു മാളൊന്നും ഒന്നുമല്ല നമ്മുടെ കൊച്ചിയിലുള്ള അത്രയും വലിയ മോൾ കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ കാറിൻ്റെയൊക്കെ പരസ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ല ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് കേട്ടോ. നമ്മുടെ ബാക്കിൽ കൂടെ കയറി പിന്നെ നമ്മൾ നേരെ നെക്സ്റ്റ് ലൈറ്റിൽ കയറിയിട്ട് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. പിന്നെ വലുതായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇതിങ്ങനെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനിതൊക്കെ കണ്ട് എൻ്റെ കണ്ണും തള്ളി ഇങ്ങനെ അന്തം വിട്ടിരിക്കുക, കാരണം എനിക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ അവിടെ എത്തി. ഇവിടെ ഒരു മറ്റേ റെസ്റ്റോറൻറ്റ് നല്ല രസമുള്ളൊരു കുതിരേനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഒരു ഫ്ലവർ മുഴുവൻ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ. ഏതെടുക്കണം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. പിന്നെ ഇവിടെ നല്ല തിരക്കും ഉള്ളതാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു. കാരണം വൈകുന്നേരം ആകുമ്പോഴാണല്ലോ മിക്ക ആൾക്കാരും ഇവിടെയൊക്കെ പുറത്തിറങ്ങുക. അങ്ങനെയൊക്കെ അത്രയും വലിയ മാളായിരുന്നു കേട്ടോ. ഇവിടുത്തെ കുറേ ഞാൻ വിചാരിച്ചു മാളിൻ്റെ ഉള്ളിൽ വല്ല പാലസും ചെറുത് പണിതാന്ന്, പക്ഷെ അല്ല, ഇത് നമ്മുടെ പെർഫ്യൂമിൻ്റെ ഷോപ്പാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി വരെ പോയി. പിന്നെ നമ്മൾ നടന്ന് ലുലുവിൻ്റെ മാർക്കറ്റിൽ കയറി കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര തിരക്കായിരുന്നു. തിരക്ക് മാത്രമല്ല, എന്തൊക്കെ സാധനങ്ങളായി, എത്രയൊക്കെ തരാം, ഒന്നും പറയണ്ട. പിന്നെ ഇത് ഫിഷിൻ്റെ അവിടെ ഉള്ളൊരു ടാങ്കാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. മീൻ വിൽക്കണ സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ക്രിസ്മസിൻ്റെ എന്തൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷൂവേ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പിൻ്റെ കടയിൽ കയറി കേട്ടോ. ഒരു ഫ്ലോർ, അത്രയും വലിയൊരു ഫ്ലോർ ഫുള്ള് ചെരുപ്പ് വേണം. നമുക്കതിന് കിളി പാറും എന്തൊക്കെയാണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ എന്നാലും വിചാരിച്ചു ഒരു ചെരുപ്പ് മേടിക്കാമെന്ന് വെച്ചിട്ട് ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഷൂ ഒന്നും വലിയ ഇഷ്ടമല്ല. എനിക്ക് സാധാരണ നോർമൽ ഷൂ ഒക്കെ ഇഷ്ടം. പിന്നെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. എൻ്റെ ഹൈബ്രോ പെൻസിൽ ഞാൻ ഇവിടുത്തെ കേട്ടോ യൂസ് ചെയ്യാറ്. അച്ഛൻ എനിക്ക് കൊണ്ടുവരിക ചെയ്യാറ്. ഞാൻ
നമ്മളെ നാട്ടിൽ നിന്ന് മേടിക്കാറില്ല. എനിക്ക് മേക്കപ്പ് സാധനങ്ങളെല്ലാം അവനെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേക്കും എനിക്ക് ഐബ്രോ പെൻസിൽ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കോംബോ പൗഡർ തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ മേടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഷൂ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി, കണ്ടില്ലായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പറയണത് എനിക്കറിയില്ല. കാരണം എനിക്ക് അത്രയും സന്തോഷിക്കണം. ഇത്രയും വലിയ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും നേരം നടന്നിട്ട് ഇതിൻ്റെ എവിടെയും കണ്ടു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് വേറൊരു ദിവസം കൂടി ഞാൻ വന്നിട്ട് ബാക്കി സ്ഥലം കാണാം എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇന്ന് ഇരുട്ടായി. അപ്പോൾ നമുക്ക് തിരിച്ച് പോകാമെന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നമ്മൾ വന്നതില്ലേ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാട്ടോ പോയത്. മന്തി ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് മന്തി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നാൽ മതി കേട്ടോ. പിന്നെ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇരുട്ടായതുകൊണ്ടും റോഡിൽ ഫുള്ള് വണ്ടികളോ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തോന്നി എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര ബഹളമാണ് കേട്ടോ. നമ്മുടെ നല്ലൊരു മനുഷ്യന്മാരുടെ സൗണ്ട് ഇതില്ല, വണ്ടികളുടെ സൗണ്ട് ഒരു അപാര ബഹളമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നമ്മളിത് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയാലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞു അവ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആണ്, ഇവിടെ ഇവർ കഴിക്കാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയതും. അപ്പോൾ നമ്മൾ അവിടെ കയറി മലയാളീസിൻ്റെ തന്നെയാണെന്നാണ് മൂപ്പരാൾ പറഞ്ഞത്, തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞത്, കറക്റ്റ് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കൈയൊക്കെ കഴുകിയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കവർ സലാഡ് പോലത്തെ സാധനം തന്നു. പക്ഷെ ഇത് കഷ്ണങ്ങൾ മാത്രം മുറിച്ച് തരുള്ളൂ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി, ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി അല്ല സോറി, കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കുടിക്കണം. പിന്നെ ഒരു സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് സൂപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒറ്റ സൂപ്പ് മേടിച്ചോളൂ, ഞാൻ അങ്ങനത്തെ കഴിക്കില്ല. പക്ഷെ ഞാനൊരു പ്രഹസനത്തിന് വേണ്ടി വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് കഞ്ഞിവെള്ളം ഇരിക്കണ മാതിരിയാണ് കേട്ടോ തോന്നിയത്. അങ്ങനെ എൻ്റെ മന്തി വന്നു. അച്ചു സൈഡിൽ ഇരുന്നിട്ട് സൂപ്പ് കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മന്തി. നമ്മുടെ നാട്ടിലെ മന്തി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ മന്തി അത്ര ഇഷ്ടമില്ല. പിന്നെ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചമ്മന്തി എനിക്ക് തീരെ ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ പാത്രത്തിലുണ്ടായിരുന്നു ഫുള്ള് ഞാൻ പെട്ടെന്ന് തന്നെ കളഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നത് ഈ മാളിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ, ഇവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് ഇത് ക്രോസ് ചെയ്ത് നടന്നാലാണ് നമ്മുടെ ബസ് സ്റ്റോപ്പുള്ളത് കേട്ടോ. ഇവിടെ എത്രയോ 9:30 വരെയോ 10 മണി വരെ അങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തോ മാപ്പൊക്കെ വഴിയാണ് നോക്കണത്. നമ്മളെ പോലെ അങ്ങനെ ടൈമിംഗ് ഒന്നും അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ബസ് കയറാൻ വേണ്ടി നിൽക്കണ്ടായി. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരു തണലുള്ള നല്ല രസമുള്ള മരം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇരുട്ടായതുകൊണ്ട് തന്നെ അതിങ്ങനെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ നല്ല രസമായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മുടെ ബസ് വന്ന് ഇപ്പോൾ ബസ്സിൽ കയറി. പിന്നെ ബസ്സിൽ കയറി അവിടെ ഇരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയിട്ടോ. പിന്നെ നല്ല രസമുള്ള വ്യൂസ് ആയിരുന്നു. കുറേ ഞാൻ കണ്ണ് തള്ളി ഇങ്ങനെ പുറത്ത് നോക്കിയിരുന്നു. കാരണം ഫുൾ സൈഡിലും നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് പള്ളികൾ കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ അപ്പം നമ്മൾ ഏകദേശം നമ്മളെ റൂമിൻ്റെ അവിടെ എത്തി, ലുലുവിൻ്റെ അവിടെ എത്തി. അപ്പം നമ്മൾ ബസ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പോയ സ്ഥലത്തേക്ക് ഇവിടുന്ന് ആകെ 10 മിനിറ്റ് അങ്ങോട്ട് ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വീട്ടിലെത്തി. അപ്പം അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.